PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചായിരുന്നു അല്ലേ? അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. 2019 ജനുവരി 1 PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കിയേ, കൊച്ചിൻ പുലയ മഹാസഭ, അതായത് 1913 നടന്ന കാര്യങ്ങളാണ്. അത് മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അന്തരിച്ചത് 1913. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അന്തരിച്ചു. കൊച്ചിൻ പുലയ മഹാസഭ ഉദ്ഘാടനം ചെയ്യും. ഈ 1865 അദ്ദേഹം ജനിച്ചതാണ് കേട്ടോ. പണ്ടാരപ്പാട്ട വിളംബരം എന്നാ? പണ്ടാരപ്പാട്ട വിളംബരം 1865. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ആ വർഷം തന്നെ ജനിച്ച ആളാണ് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ അല്ലേ? ഇനി കൊച്ചിൻ പുലയ മഹാജനസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1913. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? കൊച്ചിൻ പുലയ മഹാജനസഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് കൃഷ്ണാദി ആശാൻ. കൃഷ്ണാദി ആശാനാണ്. കൃഷ്ണാദി ആശാനാണ് കൊച്ചിൻ പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് കൃഷ്ണാദി ആശാൻ. സെക്രട്ടറിയാണ് PC ചാഞ്ചൻ. സെക്രട്ടറി PC ചാഞ്ചനാണ്. CV രാമൻപിള്ള, ധർമ്മരാജ എഴുതിയത് CV രാമൻപിള്ള. CV രാമൻപിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ചു 1913. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി എന്ന പേരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചു. അപ്പോൾ മോഹൻദാസ് ഗാന്ധി എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയത് ആരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയതാണ്. അത് പ്രസിദ്ധീകരിച്ചത്, രചിച്ച വർഷം 1913. വിദ്യാലയ പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ദളിതര് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചു 1913. പിന്നെ അത് അവസാനിച്ച 1914 മെയ് മാസത്തിലാണ് കേട്ടോ. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിട്ട് സാധുജന പരിപാലിനെ ആരംഭിച്ചു. ആരാണ് അതിൻ്റെ പത്രാധിപരെന്ന് പറഞ്ഞേ? ചോതിക്കറുപ്പൻ പത്രാധിപരായി അല്ലേ? ചെമ്പുത്തറ കാളി ചോതിക്കറുപ്പൻ, ചെമ്പുത്തറ കാളി ചോതിക്കറുപ്പൻ പത്രാധിപരായിട്ട്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിട്ട് ചെമ്പുത്തറ കാളി ചോതിക്കറുപ്പൻ പത്രാധിപരായി സാധുജന പരിപാലിനി ആരംഭിച്ചു. സാധുജന പരിപാലന സംഘം എന്നാന്ന് ചോദിച്ചാൽ 1907 1907 സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. വർഷം 1913. ആരായിരുന്നു അതിൻ്റെ പത്രാധിപരെന്നാണ് പറഞ്ഞത്? ചെമ്പുത്തറ കാളി ചോതിക്കറുപ്പൻ അല്ലേ? ഓക്കെ, ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1913 തന്നെയാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ഒരു പ്രത്യേക ദേവനും ഈ ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഓം സാഹോദര്യം സർവത്ര ആണ് പ്രമാണവാക്യം. ഒരു പ്രത്യേക ദേവനും ഈ ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആലുവയിലെ അദ്വൈതാശ്രമം 1913. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം പുറത്തിറങ്ങി. പിന്നെ വിദ്യാലയ പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ദളിതര് 1913 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചു. ഗാന്ധിജിയെക്കുറിച്ച് മോഹൻദാസ് ഗാന്ധി എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1913. ധർമ്മരാജ പ്രസിദ്ധീകരിച്ചു. CV രാമൻപിള്ള എഴുതിയതാണ് 1913. പിന്നെ കൊച്ചിൻ പുലയ മഹാജനസഭ ഉദ്ഘാടനം ചെയ്തു 1913. അതിൻ്റെ പ്രസിഡന്റ് കൃഷ്ണാദി ആശാൻ, സെക്രട്ടറി PC ചാഞ്ചനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജനിച്ചത് 1865. പണ്ടാരപ്പാട്ട വിളംബരം അതേ വർഷം തന്നെ. ഇദ്ദേഹം അന്തരിക്കുന്നത് 1913. 1913 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം 1914 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കേണ്ടത് നോക്കാം. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അന്തരിച്ചു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത്
കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇദ്ദേഹം ചെയ്തു അഭിജ്ഞാന ശാകുന്തളം ആദ്യമായിട്ട് വിവർത്തനം ചെയ്തു മലയാളത്തിലേക്ക്. ആരാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അഭിജ്ഞാന ശാകുന്തളം മലയാള തർജ്ജമ ചെയ്തതാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏത് പേര് വന്നത്? കേരള കാളിദാസൻ. സെപ്റ്റംബർ 12 മരിച്ചതെന്നും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബർ 22, 12 അല്ലല്ലോ, 22. അപ്പം കേരള കാളിദാസൻ എന്നറിയപ്പെട്ട കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മരണപ്പെടുന്നത് 1914. പിന്നെ നമുക്കറിയാം NSS രൂപീകൃതമായല്ലേ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യജനസംഘം ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മന്നത്ത് ഭവനിൽ രൂപം കൊണ്ടു. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ പ്രസിഡൻ്റാണ് കേളപ്പൻ, ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ഖജാഞ്ചി ആരാ നോക്കിക്കേ, ഖജാഞ്ചി ആരാണ്? കേശവപ്പണിക്കരാണ് ഖജാഞ്ചി. പി കേശവപ്പണിക്കരല്ലേ? പനങ്ങാട്ട് കേശവപ്പണിക്കർ. പി കേശവപ്പണിക്കർ തന്നെയാണ്. പനങ്ങാട്ട് കേശവപ്പണിക്കരാണ് കേട്ടോ. 1915 നായർ സർവീസ് സൊസൈറ്റി എന്ന് പേര് നിർദ്ദേശിച്ചു. ആര്? കെ പരമപിള്ള. ആദ്യത്തെ പേര് കാപ്പന കണ്ണൻ മേനോന അല്ലേ. നായർ ഭൃത്യജന സംഘം 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ പേര് NSSൻ്റെ പേരാണ് നായർ ഭൃത്യജന സംഘം. ആ പേര് നിർദ്ദേശിച്ചത് കാപ്പന കണ്ണൻ മേനോൻ. 1915 നായർ സർവീസ് സൊസൈറ്റി എന്നായത്. ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് കെ പരമപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യയുടെ മാതൃകയിലാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, NSS എന്ന സംഘടന ഏത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതിനെയാണ് മാതൃകയാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലേ, അതാണെന്ന് ഓർത്തിരിക്കുക. അപ്പം NSS പഠിച്ചു, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മരണപ്പെട്ടതും പഠിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചിയിലെ രാമവർമ്മ രാജാവ് സ്ഥാനത്യാഗം ചെയ്തു. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചിയിലെ രാമവർമ്മ രാജാവ് സ്ഥാനത്യാഗം ചെയ്തു. അത് ഡിസംബർ 7, 1914 ഡിസംബർ 7. സൈലൻ്റ് വാലിയെ റിസർവ് വനമാക്കിയായിരുന്നു. അതേത് വർഷമാണ്? ഒന്ന് ഓർത്ത് വെക്കാം അല്ലേ. സൈലൻ്റ് വാലിയെ റിസർവ് വനമാക്കിയത് 1914. സൈലൻ്റ് വാലിയെ നാഷണൽ പാർക്കാക്കിയത് 1984. റിസർവ് വനമാക്കിയത് 1914 കേട്ടോ. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. 1914 കൊച്ചി വില്ലേജ് പഞ്ചായത്ത് ആക്ടിലൂടെ കൊച്ചിയിലൊരു ഗ്രാമഭരണം തുടങ്ങിയായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അല്ലേ. 1922 കൊച്ചി പഞ്ചായത്ത് റെഗുലേഷൻ ആക്ടിൻ്റെ ഫലമായിട്ട് പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിച്ചു. പ്രായപൂർത്തി വോട്ടവകാശം 1935 നിലവിൽ വന്നു. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് NSS ഓർത്തിരിക്കാം അല്ലേ. ഇവിടെ പ്രധാനമായിട്ട് NSS, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മരണപ്പെട്ടു. പിന്നെ സൈലൻ്റ് വാലിയെ റിസർവ് വനമാക്കി, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ. ഊരൂട്ടമ്പല ലഹള അടുത്ത നമുക്ക് നോക്കാം. 1915 കാര്യമാണ് പറയുന്നത്. ഊരൂട്ടമ്പലം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള 1915 അതുപോലെ തന്നെ പെരിനാട് ലഹള, കല്ലുമാല സമരമൊക്കെ 1915. പെരിനാട് ലഹള, ഊരൂട്ടമ്പല ലഹള നടന്നത് 1915. കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി വാരിക ആരംഭിച്ചത്. കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി വാരിക ആരംഭിച്ചു 1915 ഏപ്രിൽ 7. 1930 അതിൻ്റെ അച്ചടി നിർത്തി കേട്ടോ. അപ്പോൾ കൊല്ലത്ത് നിന്ന് TK മാധവൻ എന്താരംഭിച്ചു? ദേശാഭിമാനി.
ദേശാഭിമാനി വാരിക 1915 ഏപ്രിൽ 7. വടക്കേ മലബാറിൽ പിന്നോക്ക ജാതിയിൽ ജനിച്ച വാഗ്ഭടാനന്ദ ഗുരുദേവൻ ജാതി ചിന്തയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെ മദ്യനിരോധന പ്രചാരണാർത്ഥവും ആത്മവിദ്യാ സംഘടന എന്ന അതായത് നോക്കിയേ, ആത്മവിദ്യാസംഘം രൂപീകരിച്ചതാരാ? ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ 1915 കൊടുത്തിട്ടുള്ളത്. വടക്കേ മലബാറിൽ പിന്നോക്ക ജാതികൾ ജനിച്ച വാഗ്ഭടാനന്ദ ഗുരുദേവൻ ജാതി ചിന്തയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെയും മദ്യനിരോധന പ്രചരണാർത്ഥവും ആത്മവിദ്യാസംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി 1915. ആലപ്പുഴ ലജനത്തുൽ മൊഹീദ്ദിയ മുസ്ലിം ഐക്യസംഘം, മുസ്ലിം മജ്ലിസ്, തിരുവിതാംകൂർ മുസ്ലിം സർവീസ് ലീഗ് തുടങ്ങിയവ ഒക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. കൊച്ചിയിൽ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം. മലബാറിൽ കുടിയാൺമ നിയമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കൊച്ചിയിൽ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1915, മലബാറിൽ കുടിയാൺമ നിയമം 1915. മലബാറിൽ കുടിയാൺമ നിയമം. ഇനി 1916 കാര്യമാണ് പറയുന്നത്. 1916 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചു എന്ന 1916 മാർച്ച് 28 കേട്ടോ. 1916 മാർച്ച് 28. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തി. അദ്ദേഹം ഭാര്യയുമൊത്ത് താമസിച്ചത് മദ്രാസിലാണ്. പാലക്കാട് പ്രദേശങ്ങളിൽ സഞ്ചരിച്ച ശേഷം കണ്ണൂരിൽ പിന്നെ താമസമാക്കി. അദ്ദേഹം എഴുതിയ വൃത്താന്ത പത്രപ്രവർത്തനം, അവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കണേ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ കൃതി, പത്രപ്രവർത്തനത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ കൃതിയാണേത്? വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം. ഇനി ഡോക്ടർ ആനി ബസന്റ് അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഒരു ശാഖ മലബാറിൽ സ്ഥാപിക്കപ്പെട്ടു. ഡോക്ടർ ആനി ബസന്റ് അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഒരു ശാഖ മലബാറിൽ സ്ഥാപിക്കപ്പെട്ടു. KP കേശവമേനോനായിരുന്നു ഹോം റൂൾ ലീഗിൻ്റെയും കോൺഗ്രസ് കമ്മിറ്റിയുടെയും സെക്രട്ടറി. ഇമ്പോർട്ടൻ്റ് നോക്കി വെച്ചോണം. KP രാമൻ മേനോൻ പ്രസിഡൻറ്റും ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോൻ. കേരളത്തിൻ്റെ വന്യവയോധികൻ അല്ലേ? കേരളത്തിൻ്റെ വന്യവയോധികൻ KP കേശവമേനോൻ അല്ലേ? അപ്പോൾ ഡോക്ടർ ആനി ബസന്റ് അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഒരു ശാഖ മലബാറിൽ സ്ഥാപിക്കപ്പെട്ടു. ഏത് വർഷമാണ്? 1916. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? KP കേശവമേനോൻ. ഇതിൻ്റെ പ്രസിഡൻറ്റോ? അധ്യക്ഷനല്ല, സെക്രട്ടറി അല്ലേ? സെക്രട്ടറി KP കേശവമേനോൻ, അധ്യക്ഷനാണ് KP രാമൻ മേനോൻ. KP രാമൻ മേനോനാണ് പ്രസിഡൻറ്റ്, KP കേശവമേനോനാണ് സെക്രട്ടറി. 1916. അത് ഓർത്തിരിക്കാം. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാടാണ്. നോക്കിയേ, കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം എവിടെ നടന്നു? പാലക്കാട് നടന്നു. മെയ് 4, 5. ഇതിൻ്റെ അധ്യക്ഷയായിരുന്നു ആര്? ആനി ബസന്റ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്നു. ഇതിൻ്റെ അധ്യക്ഷനാണ് ആനി ബസന്റ്. മെയ് 4, 5 തീയതിയിലാണ്. ഓക്കെ. സ്വാഗത സംഘ അധ്യക്ഷൻ കൊല്ലങ്കോട് വാസുദേവ രാജയായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂള് കറുകച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. കറുകച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ച 1916. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂള് കറുകച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആര്? K. കേളപ്പനായിരുന്നു ഹെഡ് മാസ്റ്റർ. K. കേളപ്പൻ. അപ്പോൾ 16 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരിച്ചു അല്ലേ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരിച്ചു മാർച്ച്
1916 മാർച്ച് 28. പിന്നെ വൃത്താന്ത പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ കൃതിയാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ ആനി ബസന്റ് അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് 1916 സ്ഥാപിച്ചപ്പോൾ അടയാറിലല്ലേ സ്ഥാപിക്കുന്നത്. KP കേശവമേനോൻ സെക്രട്ടറിയും KP രാമൻ മേനോൻ പ്രസിഡൻറ്റുമായിട്ട് കേരളത്തിൽ മലബാറിൽ ഇതിൻ്റെ ഒരു ശാഖ ആരംഭിച്ചു, ഹോം റൂൾ ലീഗിൻ്റെ. ഓക്കെ. പിന്നെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന 1916 മെയ് 4, 5 തീയതികളിലാണ് ആനി ബസന്റ് അധ്യക്ഷയായിരുന്നു, കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെ നേതൃത്വത്തിൽ. പിന്നെ NSSൻ്റെ പിന്നെ ആദ്യത്തെ സ്കൂള് കറുകച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു K. കേളപ്പൻ. അപ്പോൾ 16 പഠിച്ചേ. ഇനി 17 നോക്കാം. AR രാജരാജവർമ്മ മരിച്ചായിരുന്നു അല്ലേ, 1917. ഒന്ന് നോക്കേ. കോഴിക്കോട് ചേർന്ന 2ാമത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ CP രാമസ്വാമി അയ്യർ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ചേർന്ന 2ാമത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ, സമ്മേളനം നടന്ന 1917 ഏപ്രിൽ 23, 24 തീയതികളിലാണ്. അതിൻ്റെ അധ്യക്ഷത CP രാമസ്വാമി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ സമയത്ത്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് കൂടുന്നത് കളക്ടർ നിരോധിച്ചതിനാൽ സ്വാഗത സംഘ അധ്യക്ഷൻ KP രാമൻ മേനോൻ്റെ ചാലപ്പുറത്തുള്ള വീടിന് മുന്നിലാണ് പന്തൽ കെട്ടി സമ്മേളനം നടത്തിയത്. അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായി K. അയ്യപ്പൻ്റെ പത്രാധിപത്യത്തിൽ സഹോദരൻ മാസിക ആരംഭിച്ചു. അപ്പോൾ സഹോദരൻ മാസിക ആരംഭിച്ചത് 1917. സഹോദരൻ K. അയ്യപ്പനാണ് സഹോദരൻ എന്ന മാസിക ആരംഭിച്ചത്. സഹോദര സംഘത്തിന് കൊച്ചിയിലെ ചേറായിൽ തുടക്കം കുറിച്ചതും സഹോദര സംഘത്തിന് കൊച്ചിയിലെ ചേറായിൽ തുടക്കം കുറിച്ചതും ആരാണ്? ഏത് വർഷം തന്നെയാണ്? 1917 മെയ് 29. നിങ്ങളും കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കണേ, വായിക്കാമല്ലോ അല്ലേ. കോഴിക്കോട് തളിക്ഷേത്ര റോഡിൽ അവർണർ പ്രവേശിച്ചുകൂടാ എന്ന് സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെതിരെ കോഴിക്കോട് തളിക്ഷേത്ര റോഡിൽ അവർണർ പ്രവേശിച്ചുകൂടാ എന്ന് സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെതിരെ ഒരു സമരം നടന്നല്ലോ, തളിക്ഷേത്ര സമരം. ഏത് വർഷമാണ് തളിക്ഷേത്ര സമരം? 1917. വൈയാകരണനും കവിയും നിരൂപകനുമായ AR രാജരാജവർമ്മ, കേരള പാണിനി എന്നറിയപ്പെട്ട അല്ലേ, കേരള പാണിനി AR രാജരാജവർമ്മ അന്തരിച്ച 1917. മലയാള വ്യാകരണത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ കേരള പാണിനി ഉൾപ്പെടെ നിരവധി കൃതികൾ രചിച്ചതാണ്. ARൻ്റെ മരണത്തിൽ വേദനിച്ച് ആശാൻ എഴുതിയ കൃതിയാണ് പ്രരോദനം. ആശാൻ്റെ നളിനിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, നോക്കട്ടെ. ആശാൻ എഴുതിയ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണല്ലേ. ആശാൻ എഴുതിയ നളിനിക്ക് AR രാജരാജവർമ്മയാണ് അവതാരിക എഴുതിയത്. മലയാള സാഹിത്യത്തിൻ്റെ വികാസത്തിൽ AR രാജരാജവർമ്മ ചെലുത്തിയ സ്വാധീനത്തെ രാജരാജൻ്റെ മാറ്റൊലി എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. രാജരാജൻ്റെ മാറ്റൊലി എന്ന് വിശേഷിപ്പിച്ചത് ആരെ? രാജരാജവർമ്മ ചെലുത്തിയ സ്വാധീനത്തെ. എന്തിൻ്റെ? മലയാള സാഹിത്യത്തിൻ്റെ വികാസത്തിൽ AR രാജരാജവർമ്മ ചെലുത്തിയ സ്വാധീനത്തെ രാജരാജൻ്റെ മാറ്റൊലി എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. അപ്പം ഓക്കെ, അടുത്ത് നോക്കാവേ. ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് നമ്മൾ പഠിച്ചു. ഇനി 1918 വരാം. 18 എന്തൊക്കെ നടന്നു നോക്കിക്കേ. തലശ്ശേരിയിൽ ചേർന്ന 3ാമത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ആസാദ് അലി ഖാൻ ബഹാദൂർ അധ്യക്ഷത വഹിച്ചു. 1918 മെയ് 6 തലശ്ശേരിയിൽ ചേർന്ന ഒന്നാമത് വാനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ അല്ലേ. 2 നമ്മൾ പറഞ്ഞു 17, 3 18. തലശ്ശേരിയിൽ ചേർന്ന 3ാമത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ആസാദ് അലി ഖാൻ ബഹാദൂർ അധ്യക്ഷത വഹിച്ചു. 1918 മെയ് 6. CP അച്യുതമേനോൻ, TR രാമചന്ദ്ര അയ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം
PR കൃഷ്ണൻ എഴുത്തച്ഛനല്ലേ? അല്ല, അത് വേറെ കേട്ടോ. PR കൃഷ്ണൻ എഴുതൻ കൊച്ചി രാജ്യപ്രജാമണ്ഡലം 1941. ഇത് വേറെയാണ്. അതാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. 1941 അത്. ഓക്കെ, ഇത് വേറെ. CP അച്യുതമേനോൻ, TR രാമചന്ദ്ര അയ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാസഭയാണ് കേട്ടോ. പ്രജാമണ്ഡലം പ്രജ കണ്ടത് ഞാൻ ഓർത്ത് ഇത് പ്രജാസഭയാണ്. CP അച്യുതമേനോൻ, TR രാമചന്ദ്ര അയ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാസഭ. നമ്മൾ ഓപ്ഷൻ കാണുമ്പോഴേ കൊച്ചി രാജ്യ പ്രജാസഭ ആരംഭിച്ച വർഷം ഏത്? 1941 ഉറപ്പായിട്ടും ഓപ്ഷനിൽ കാണും. അന്നേരം നമ്മൾ എഴുതും. PSCയുടെ ആൻസർ 1918 നമ്മളതിന് ക്യാൻസൽ കൊടുക്കും. PSCയെ നമ്മൾ അറിയിക്കുക. ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. ആൻസർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച 1941 അല്ലേ? ഇതൊക്കെയാണ് PSCയുടെ ട്രിക്ക് ക്വസ്റ്റ്യൻസ് എന്ന് ഓർത്ത് വച്ചിരിക്കുക. കൊച്ചി രാജ്യ പ്രജാസഭ തുടങ്ങിയത് 1918. CP അച്യുതമേനോനും TR രാമചന്ദ്ര അയ്യരും തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ. കൊച്ചി രാജ്യത്തെ ആദ്യത്തെ ബാങ്ക് എവിടെ തുടങ്ങി? കൊച്ചി രാജ്യത്തെ ആദ്യത്തെ ബാങ്ക് തൃശ്ശൂരിൽ തുടങ്ങിയത് 1918. തിരുവനന്തപുരത്ത് നിന്ന് സമദർശി പത്രം വാരികയായി ആരംഭിച്ചു 1918. 1891 മാർത്താണ്ഡവർമ്മയും 13 ധർമ്മരാജയും രചിച്ച CV രാമൻ പിള്ള. 1891 മാർത്താണ്ഡവർമ്മ എഴുതി, 1913 ധർമ്മരാജ എഴുതി. തിരുവിതാംകൂർ രാജകുടുംബത്തെ പശ്ചാത്തലമാക്കിയുള്ള തൻ്റെ 3ാമത്തെ നോവലായ രാമരാജ ബഹദൂറിൻ്റെ 1ാം ഭാഗം രചിച്ചു. രാമരാജ ബഹദൂറിൻ്റെ 1ാം ഭാഗം രചിച്ചതും 1918. ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശനം 1918 അല്ലേ? ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശനം 1918. അന്ന് മുതലാണ് കാവ്യ ധരിക്കുന്നത്. നാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യവുമാണ് ശ്രീലങ്ക. മാഹി മഹാജനസഭ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാഹി മഹാജനസഭ രൂപീകൃതമായത് 1918. മാഹി മഹാജനസഭ രൂപീകൃതമായത് 1918. ഇതാണ് പിന്നെ മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിച്ചത് 1918 മാഹി മഹാജനസഭ. അപ്പോൾ 18 എന്തൊക്കെയാണ് പറഞ്ഞ് പെട്ടെന്ന് നോക്കി. തലശ്ശേരിയിലെ 3ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, CP അച്യുതമേനോൻ, TR രാമചന്ദ്രയ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാസഭ. ആദ്യത്തെ ബാങ്ക് തൃശ്ശൂരിൽ, കൊച്ചി രാജ്യത്തെ ആദ്യത്തെ ബാങ്ക് തൃശ്ശൂരിൽ തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് സമദർശി പത്രം വാരിക ആരംഭിച്ചു. 1891 എഴുതിയത് മാർത്താണ്ഡവർമ്മ എഴുതിയതും 1913 ധർമ്മരാജ എഴുതിയതും ആരാണ്? CV രാമപിള്ളയാണ്. കേരള സ്കൗട്ട് അല്ലേ? കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം അല്ലേ? CV രാമപിള്ള. ഇദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തെ പശ്ചാത്തലമാക്കി തൻ്റെ 3ാമത്തെ നോവലായ രാമരാജ ബഹദൂർ എഴുതി. ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശനം 1918. മാഹി മഹാജനസഭ രൂപം കൊണ്ടത് 1918. ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തുടർച്ചയായിട്ട് ഇതിൻ്റെ വീഡിയോ തരുവേ. നമുക്ക് ഇപ്പം PSC ബുള്ളറ്റിൻ 2019 ജനുവരി 1 ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ജനുവരി 15 തരാം. അങ്ങനെ കുറേശ്ശെ പഠിച്ചെടുക്കാവേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.